friends, welcome back to SM EduTech PSC Maths Coaching. എൻ്റെ പേര് സിന്ധു. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആണ് പഠിച്ചത്. 2 മുതൽ 7 വരെയുള്ള ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആണ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചത്. എങ്ങനെ ഒരു സംഖ്യയെ 2, 3, 4, 5, 6, 7 എന്നീ സംഖ്യകൾ കൊണ്ട് ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഈസി മെത്തേഡ്, അതിൻ്റെ ടെസ്റ്റാണ് നമ്മൾ എങ്ങനെയാണ് ഈസി ആയിട്ട് അതിനെ ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചത്. അതിൻ്റെ 3-4 ടെസ്റ്റ് കൂടി ഇനി ബാക്കിയുണ്ട്. അതിൻ്റെ ബാലൻസ് നമ്മൾ ഇന്നിവിടെ പഠിക്കുകയാണ്. അടുത്തതായിട്ട് 8 ആണ് ഡിവിസിബിൾ ടെസ്റ്റ്. 8ൻ്റെയാണ്. ഓക്കെ, ഒരു സംഖ്യ 8ന് ഡിവിസിബിൾ ആണോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ച 2 മുതൽ 7 വരെയാണ്. അപ്പോൾ ഒരു സംഖ്യ 8ന് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 8ന് ഡിവിസിബിൾ ആണോ എന്നുള്ള ടെസ്റ്റ് നടത്തുന്നത്. നിങ്ങളൊന്നും വേണ്ട, ലാസ്റ്റ് 3 ഡിജിറ്റ് നോക്കുക. ലാസ്റ്റ് 3 ഡിജിറ്റ് ആണ് നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്. ലാസ്റ്റ് 3 ഡിജിറ്റ്. ഓക്കെ, ലാസ്റ്റ് 3 ഡിജിറ്റ് 0മോ 8ന്റെ മൾട്ടിപ്പിൾസോ ആണെന്നുണ്ടെങ്കിൽ, ലാസ്റ്റ് 3 ഡിജിറ്റ് 0മോ 8ന്റെ ഗുണിതങ്ങളോ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യ 8 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോക്കിയ ഒരു എക്സാമ്പിൾ നോക്കി. 9000ന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് നോക്കിയേ. 9000ന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് എന്ത് തന്നെയാണ്? 0 ആണ്. അപ്പൊ ലാസ്റ്റ് 3 ഡിജിറ്റ് ഒരുമിച്ച് എടുക്കുമ്പോൾ 0 ആണെന്നുണ്ടെങ്കിൽ സോ 9000 ഈസ് ഡിവിസിബിൾ ബൈ 8 ആണ്. ഓക്കെ, 9000നെ 8 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, റിമൈൻഡർ വരത്തില്ല. വേറൊരു എക്സാമ്പിൾ എടുത്തേ. 9128 നോക്കിക്കേ. പിന്നെ 9128 ആണ്. ഇതിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് എടുത്തേ. ലാസ്റ്റ് 3 ഡിജിറ്റ് എടുത്തേ 128 ആണ്. 128 ആണ് ലാസ്റ്റ് 3 ഡിജിറ്റ് എന്നത്. 128നെ 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അറിഞ്ഞൂടെങ്കിൽ അത് മാത്രം ജസ്റ്റ് 128നെ മാത്രം ജസ്റ്റ് 8 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. നമുക്കറിയാം 8 ശിഷ്ടം 4 ഉണ്ട്, 48, 6 8 48 കണ്ടോ. അങ്ങനെ അത് ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ വെച്ചേ ചെയ്ത് നോക്കാം. 1 8 8 റിമൈൻഡർ 4 48 6 8 48 അങ്ങനെ തന്നെ മനസ്സിൽ നമ്മൾ ബൈഹാർട്ടാക്കി ചെയ്ത് നോക്കുക. അതല്ല അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് ആ പോർഷൻസ് മാത്രം ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവാം. 9128നെ 8 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 9128 8ന്റെ ഡിവിസിബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയാലോ? അപ്പൊ എങ്ങനെയാണ് ഡിവിസിബിൾ ടെസ്റ്റ് ബൈ 8 നോക്കുന്നത്? വളരെ ഈസിയാണ്. ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം നോക്കുക. ലാസ്റ്റ് 3 ഡിജിറ്റ് 0മോ 8ന്റെ മൾട്ടിപ്പിൾസോ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യ 8 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ആ സംഖ്യ 8ന് ഡിവിസിബിൾ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ 9000 ലാസ്റ്റ് 3 ഡിജിറ്റ് 3 0 ആണ്. അപ്പൊ 3 0 വന്നതുകൊണ്ട് 9000നെ 8 കൊണ്ട് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ ആണ് എടുത്തത്. 9128 ആണ് ലാസ്റ്റ് 3 ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് 3 ഡിജിറ്റ് 128 ആണ്. 128 8ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. എങ്ങനെ അറിയാം? നമുക്ക് ഇവിടെ തന്നെ ഡിവൈഡ് മനസ്സിൽ ചെയ്ത് നോക്കിയാൽ മതി. 1 8 1 8 8 റിമൈൻഡർ 4 ഉണ്ട്. അപ്പൊ 48 എത്ര പറ്റും? 6 8 48. അപ്പൊ തന്നെ കിട്ടി കഴിഞ്ഞു. അപ്പൊ ഇതിന് 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ വരത്തില്ല. സോ 9128 ഈസ് ഡിവിസിബിൾ ബൈ 8 ആണ്. 9128നെ 8 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലേ? അപ്പൊ ഡിവിസിബിൾ ടെസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കാനുള്ള കാര്യം, 8ന്റെ ഡിവിസിബിൾ ടെസ്റ്റ് ഓർത്തിരിക്കേണ്ടത് എന്താണ്? അതിന്റെ ട്രിക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ലാസ്റ്റ് 3 ഡിജിറ്റ് 0മോ 8ന്റെ മൾട്ടിപ്പിളോ ആണെന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന സംഖ്യ 8 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് 9ന്റെ ഡിവിസിബിൾ ടെസ്റ്റ് ആണ്. 9ന്റെ ആണ്. 9 ഒരു സംഖ്യ 9 കൊണ്ട് എങ്ങനെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ തന്നിരിക്കുന്ന സംഖ്യയുടെ ഡിജിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ 9 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 3 5 0 3503. ഇത് 9ന് ഡിവിസിബിൾ ആണോ എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ജസ്റ്റ് നിങ്ങൾ തന്നിരിക്കുന്ന സംഖ്യകളുടെ ഡിജിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. 3 + 5 + 0 + 3. 3 + 5 എത്രയാണ്? 8 ആണ്. 8 + 0 8 ആണ്. 8 + 3 എത്രയാണ്? 8 + 3 11 ആണ്. 11 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. സോ ഇതിനെ പൂർണ്ണമായിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. വേറൊരു എക്സാമ്പിൾ എടുത്തേ. ഓക്കെ, 4122 9 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 9ന് ഡിവിസിബിൾ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ.
നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡിജിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. ഡിജിറ്റുകളെല്ലാം കൂടെ ഡിജിറ്റുകൾ ഏതൊക്കെയാണ്? 4 1 2 2 ഡിജിറ്റുകൾ. 4 + 1 5 5 + 2 7 7 + 2 9. സോ 9 മൾട്ടിപ്പിൾ തന്നെ വരുന്നുണ്ട്. സോ 4122 ഈസ് ഡിവിസിബിൾ ബൈ 9. ഓക്കെ, 4122നെ 9 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഒരു സംഖ്യ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെയ്യുന്നതിന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. തന്നിരിക്കുന്ന സംഖ്യയുടെ ഡിജിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഡിജിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 9 9ന്റെ മൾട്ടിപ്പിൾ 9 വരുന്നുണ്ട്. സോ 9ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യ 9 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? നമ്മളിപ്പോ 2 എക്സാമ്പിളൂടെ എഴുതി. 3503 എഴുതി. 3503ന്റെ ഡിജിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ 11 ആണ്. 11 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇവിടെ 4122 എഴുതി. 4122 ഡിജിറ്റുകൾ ആഡ് ചെയ്തപ്പോൾ കിട്ടി നമുക്ക് 9 ആണ്. 4 + 1 5 5 + 2 7 7 + 2 9. അപ്പോൾ 9 9ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 4122 ഈസ് ഡിവിസിബിൾ ബൈ 9 ആണ്. ഓക്കെ, അപ്പം നമ്മൾ 8ന്റെ 9ന്റെ ഡിവിസിബിൾ ടെസ്റ്റ് പഠിച്ചു. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഒരു സംഖ്യ 8ന് ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്യുക? ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം നോക്കുക. ലാസ്റ്റ് 3 ഡിജിറ്റ് 0യോ 8ന്റെ മൾട്ടിപ്പിളോ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യ 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് 9ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആണ്. ഒരു സംഖ്യ 9ന് ഡിവിസിബിൾ ആണോ, അല്ലെങ്കിൽ ഒരു സംഖ്യ 9 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് നോക്കുന്നത്? ഒന്നുമില്ല, ആ സംഖ്യകളുടെ ഡിജിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്യുക. തന്നിരിക്കുന്ന സംഖ്യയുടെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുക. കൂട്ടി കിട്ടുന്ന സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യ 9 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇസ് ഇറ്റ് ഓക്കെ? ഇനി നെക്സ്റ്റ് സംഖ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ 10 ആണ്. ഒരു സംഖ്യ 10 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് വളരെ ഈസിയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാര്യം നമുക്കറിയാം, ഏതൊരു സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 10 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 10ന് ഡിവിസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ 3,26,890. ഈ സംഖ്യ 10ന് ഡിവിസിബിൾ ആണോ, അല്ലെങ്കിൽ ഈ സംഖ്യ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? സിമ്പിൾ, ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. സോ നമുക്കറിയാം ആ സംഖ്യയെ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ എക്സാമ്പിൾ എടുത്തിരിക്കേ. 86,915 ആണ്. 15 ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. ഈ സംഖ്യയെ നമുക്ക് 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ല. ലാസ്റ്റ് ഡിജിറ്റ് 0 വന്നാൽ മാത്രമേ ഒരു സംഖ്യ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അത് വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഒരു സംഖ്യ 10ന് ഡിവിസിബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്യുക. ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ നമുക്ക് ആ സംഖ്യ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പറ്റത്തില്ല. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നമുക്ക് ഒരു ടെസ്റ്റ് കൂടെ, ഡിവിസിബിൾ ടെസ്റ്റിൽ ഒരേ ഒരു നമ്പറും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. 11 ആണ്. 11. എങ്ങനെയാണ് ഒരു സംഖ്യ 11ന് പൂർണ്ണമായിട്ട് ഡിവിസിബിൾ ആണോ അല്ലേ എന്ന് അറിയുന്നത്? ഈസിയാണ്. നമ്മളിപ്പോ തന്നിരിക്കുന്ന സംഖ്യ, ഫോർ എക്സാമ്പിൾ തന്നിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 23,10,452 ആണ് തന്നിരിക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ എഴുതുന്നേ ഉള്ളൂ. ഇതിന്റെ ഓൾട്ടർനേറ്റ് ഡിജിറ്റുകൾ നോക്കുക. ഓൾട്ടർനേറ്റ് ഒന്നിടവിട്ടുള്ള ഡിജിറ്റ്, അതായത് ഫസ്റ്റ് നോക്കി 2 1 4 2 കണ്ടോ? അപ്പൊ ഓൾട്ടർനേറ്റ് ഡിജിറ്റ് 2 1 4 2. അതിന്റെ സം എടുക്കുക. ഓൾട്ടർനേറ്റ് ഡിജിറ്റ് 2 + 1 3 ആണ്. 3 + 1 4 എത്രയാണ്? 7 ആണ്. 7 + 2 എത്രയാണ്? 9 ആണ്. ഓക്കെ, 9. ഇനി അടുത്ത വീണ്ടും നമ്മൾ ഒഴിവാക്കി ബാക്കിയുള്ള ഓൾട്ടർനേറ്റ് ഡിജിറ്റുകൾ എടുക്കാം. 3 0 5. 3 + 0 എത്രയാണ്? 3 ആണ്. 3 + 5 എത്രയാണ്? 8 ആണ്. ഇനി ഇതിൽ നിന്ന് ഇതാ കുറയ്ക്കുക. കുറച്ച് കിട്ടുന്ന സംഖ്യ നോക്കുക. അതായത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. തന്നിരിക്കുന്ന സംഖ്യയുടെ ഓൾട്ടർനേറ്റ് ഡിജിറ്റുകളുടെ സം എടുക്കുക. അപ്പൊ ഓൾട്ടർനേറ്റ് ഡിജിറ്റ് ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 2 1 4 2, അതാണ് ഒരു ഓർഡർ എന്ന് പറയുന്നത്. അതിന്റെ സം എടുത്തു. അതിന്റെ സം എത്ര? 9. അടുത്ത ഡിജിറ്റുകൾ 3ന്റെ ഓൾട്ടർനേറ്റ് ഡിജിറ്റ് എത്ര? 0, പിന്നെ 5. അപ്പൊ 3 + 5 + 0 8 വന്നു. ഇനി അതിന്റെ ഡിഫറൻസ് എടുക്കുക. ഓൾട്ടർനേറ്റ് ഡിജിറ്റുകളുടെ സമ്മുകളുടെ തുകയുടെ ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസ് 0മോ 11ന്റെ മൾട്ടിപ്പിളോ ആണെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന സംഖ്യ 11 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറയാം, ഓൾട്ടർനേറ്റ് ഡിജിറ്റുകളുടെ സമ്മിന്റെ ഡിഫറൻസ്. ഓക്കെ,
അപ്പൊ ഓൾട്ടർനേറ്റ് ഡിജിറ്റ് ഇതാണ്ട് 2 1 4 5 അതൊരു ഗ്രൂപ്പ്, അതിന്റെ സം എടുത്തു. അടുത്തെന്നുള്ളത് 3 0 5 അത് അടുത്ത ഗ്രൂപ്പ്, അതിന്റെ സം എടുത്തു. ഇനി ഈ സമ്മുകളുടെ ഡിഫറൻസ് എടുക്കുക. ആദ്യത്തെ സമ്മ് 9 ആണ് വന്നത്, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ സം 8 ആണ് വന്നത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് അതിൽ നിന്ന് കുറയ്ക്കുക. കുറച്ചപ്പോൾ കിട്ടിയ 1 ആണ് വന്നത്. ഈ കുറച്ച് കിട്ടുന്ന സംഖ്യ 0 11ന്റെ മൾട്ടിപ്പിളോ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ സംഖ്യ 11 ഡിവിസിബിൾ. അപ്പൊ ഇത് 11 ഡിവിസിബിൾ ആണോ? അല്ല. വൈ ഇറ്റ്സ് നോട്ട് ഡിവിസിബിൾ ബൈ 11? ബിക്കോസ് ദ ഡിഫറൻസ് ഈസ് 1. ഓക്കെ, ഡിഫറൻസ് 1 ആണ്. നമുക്ക് ഈ ഡിഫറൻസ് 0യോ 11ന്റെ മൾട്ടിപ്പിൾസോ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ സംഖ്യയെ പൂർണ്ണമായിട്ടും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? വേറൊരു എക്സാമ്പിൾ നോക്കിയേ. 7,89,778. ഇതിന്റെ ഒന്നിടവിട്ടുള്ള അക്കങ്ങളുടെ തുക എടുത്തേ. 7 9 7. 7 പ്ലസ് 9 എത്രയാണ്? 16 ആണ്. 16 പ്ലസ് 7 എത്രയാണ്? 23 ആണ്. ഇനി അടുത്ത അക്കങ്ങൾ നോക്കിക്കേ. 8 7 8. 8 പ്ലസ് 7 എത്രയാണ്? 15 ആണ്. 15 പ്ലസ് 8 എത്രയാണ്? 23 ആണ്. ഇനി അതിന്റെ ഡിഫറൻസ് എടുക്കുക. 23 21 കുറച്ച് എത്ര? 21 കുറച്ച് എത്ര വരുന്നത്? 0 ആണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്നിടവിട്ടുള്ള അക്കങ്ങൾ ഓൾട്ടർനേറ്റ് ഡിജിറ്റിന്റെ സം എടുക്കും. ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 7 9 7 ആണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 7 plus 9 16, 16 plus 7 23. ഇനി അടുത്ത ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് ഡിജിറ്റുകൾ ഏതൊക്കെയാണ്? 8 7 8. അപ്പൊ 8 പ്ലസ് 7 എത്രയാണ്? 15 15 ആണ്. 15 പ്ലസ് 8 എത്രയാണ്? 23 ആണ്. സോ അതിന്റെ ഡിഫറൻസ് എടുക്കാം. ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ തുകയുടെ വ്യത്യാസം. സംഖ്യയുടെ തുകയാണ് 21 21. ഇനി അതിന്റെ വ്യത്യാസം ഡിഫറൻസ് എടുക്കുക, മൈനസ് ചെയ്യുക. 23 മൈനസ് 23 എത്രയാണ്? 0 ആണ്. സോ ഈ തുകയുടെ ഓൾട്ടർനേറ്റ് സംഖ്യകളുടെ തുകയുടെ വ്യത്യാസം 0 11ന്റെ മൾട്ടിപ്പിൾസോ ആണെങ്കിൽ ആ സംഖ്യയെ 11 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമുക്ക് കിട്ടിയ തുകയുടെ ഡിഫറൻസ് എത്ര കിട്ടി? 0 കിട്ടി. 0 കിട്ടിയുണ്ട്. സോ 7,89,778 is divisible by 11. ഓക്കെ, അതിനെ 11 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് 8 9 10 11ന്റെ ആണ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരു സംഖ്യ 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള നമ്മളെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ലാസ്റ്റ് 3 ഡിജിറ്റ് 0 8ന്റെ മൾട്ടിപ്പിളോ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യ 8 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച 9. ഒരു സംഖ്യ 9 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെയാ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്? ഒന്നുമില്ല, തന്നിരിക്കുന്ന സംഖ്യകളുടെ ഡിജിറ്റുകളുടെ സം എടുക്കുക. ഡിജിറ്റുകളുടെ സം, അക്കങ്ങളുടെ തുക, ഡിജിറ്റുകളുടെ സം 9ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ പൂർണ്ണമായിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് 10 ആണ്. ഒരു സംഖ്യ 10ന് ഡിവിസിബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ഒന്നുമില്ല, ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്യുക. ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ സംഖ്യ 10ന് ഡിവിസിബിൾ ആണ്. ഓക്കെ ആണല്ലോ? ഇനി ലാസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് 11 ആണ്. ഡിവിസിബിലിറ്റി ടെസ്റ്റ് ബൈ 11 ആണ്. ഒരു സംഖ്യ 11 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെസ്റ്റ് എങ്ങനെയാണ് നോക്കുന്നത്? നമ്മൾ ആ സംഖ്യയുടെ ഒന്നിടവിട്ടുള്ള അക്കങ്ങളുടെ തുകയുടെ വ്യത്യാസം, ഒന്നിടവിട്ടുള്ള അക്കങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് ഒരു ഗ്രൂപ്പ്. 7 9 7. അതിന്റെ സം എത്ര വന്നു? 23 വന്നു. ഇനി അടുത്ത ഒന്നിടവിട്ടുള്ള ഏത് വരും? 8 7 8. അതും എത്ര വന്നു? സം 23 വന്നു. ആ തുകയുടെ വ്യത്യാസം, ഡിഫറൻസ്. സോ 23 മൈനസ് 23 എത്ര വന്നു? 0. ആ ഒന്നിടവിട്ടുള്ള അക്കങ്ങളുടെ തുകയുടെ വ്യത്യാസം 0യോ 11ന്റെ മൾട്ടിപ്പിളോ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ 11 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആണ് ഉള്ളത്. ഇത് ഡിവിസിബിലിറ്റി ടെസ്റ്റ് എക്സാമിന് വരുന്നത് ഇന്ന സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നുമല്ല. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കുറച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഇന്നിവിടെ ചെയ്യാം. ഓക്കെ, കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിട്ടുള്ളവയിൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഇത്. 4 ഓപ്ഷൻ തരും, A B C D. ഓക്കെ, അത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ നമ്മൾ പഠിച്ചു ഡിവിസിബിലിറ്റി ടെസ്റ്റ് ബൈ 9. നമ്മൾ പഠിച്ചു എന്താണ് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ബൈ 9? തന്നിരിക്കുന്ന സംഖ്യയുടെ ഡിജിറ്റുകളുടെ തുക നോക്കുക. ഡിജിറ്റുകൾ കിട്ടുന്ന തുക 9ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ, 9ന്റെ ഗുണിതമാണെന്നുണ്ടെങ്കിൽ ആ സംഖ്യ 9 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇതിന്റെ ഡിജിറ്റുകൾ ആഡ് ചെയ്താൽ മതി. ഇവിടെ 2 + 1 3, 3 + 1 6 7 ആണ്. അപ്പൊ ഇതല്ല ഉത്തരം, ഇതല്ല. നെക്സ്റ്റ് നോക്കി, 2 1 3 4 5 5 4 9. അപ്പൊ കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. നോക്കി, 2 1 3 3 4 1 5 5 4 9. 9 9ന്റെ മൾട്ടിപ്പിൾ ആണ്. പിന്നെ വേണമെങ്കിൽ വെറുതെ നമുക്ക് ഇപ്പൊ ടെസ്റ്റ് എക്സാമിന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കല്ലേ,
ആൻസർ കിട്ടിയ അപ്പോഴേ ആൻസർ എഴുതുക. ഞാൻ വെറുതെ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. 5, 7 ഇവിടെ അപ്പൊ ഉത്തരവല്ല. 3, 4, 5, 8 അത് ഉത്തരവല്ല. കണ്ടോ? അപ്പൊ തന്നിരിക്കുന്നവയിൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? A, B, C, D 4 ഓപ്ഷൻ ഉണ്ട്. നമുക്കറിയാം 9 കൊണ്ടുള്ള ഡിവിസിബിൾ ടെസ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ സംഖ്യകളുടെ ഡിജിറ്റുകളുടെ തുക എടുക്കുക. തന്നിരിക്കുന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക എടുക്കുക. അതുകൊണ്ട് ഇവിടെ അക്കങ്ങളുടെ തുക 9, 9ന്റെ മൾട്ടിപ്പിളോ അല്ല. പക്ഷെ ഇവിടെ 1 + 2 3 ആണ്. 3 + 1 4 + 1 5 5 + 4 9. അപ്പോഴേ നമുക്ക് ആൻസർ കിട്ടി. സോ ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അതാണ്ട് ഇവിടെ ഒരു വലിയ സംഖ്യ തന്നിട്ടുണ്ട്. ഈ എന്ന സംഖ്യയോട് എത്ര കൂടി കൂട്ടിയാൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാം? അതും ഇതിനോട് എത്ര കൂടി കൂട്ടിയാൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാന്നാണ്. അപ്പൊ ഇവിടെയും നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന സംഖ്യയുടെ ഡിജിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്യുക. നോക്കിയേ, 1 + 2 3 0 ആഡ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കറിയാലോ. 1 + 2 3 ആണ്. 3 + 1 4 + 1 5 + 1 6 ആയുള്ളൂ. നമുക്ക് എത്ര വേണം? 9 കൊണ്ട് നിശേഷം ഹരിക്കണേ 9ന്റെ മൾട്ടിപ്പിൾ വേണം. 9ന്റെ മൾട്ടിപ്പിൾ ആദ്യത്തെ ഏതാണ്? 9 ആണ്. അപ്പൊ 6ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 9 കിട്ടും? 3 കൂട്ടിയാൽ. അപ്പൊ ആൻസർ എത്രയാണ്? 3. നമ്മൾ എന്ന സംഖ്യയോട് എത്ര കൂടി കൂട്ടിയാൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാം? അപ്പൊ ആദ്യം തന്നിരിക്കുന്ന ഡിജിറ്റുകളെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ്? 2 + 1 3 + 1 4 + 1 5 + 1 6 ആവുന്നേ. നമുക്ക് 6 9ന്റെ മൾട്ടിപ്പിൾ അല്ല. 9ന്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 9 ആണ്. സോ 6ന്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിയാലാണ് 9 കിട്ടുന്നത്? 3 കൂട്ടിയാലാണ്. സോ ഇതിന്റെ ആൻസർ എത്രയാണ്? 3 ആണ് ഇതിന്റെ ആൻസർ. ഇതിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് അപ്പൊ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ വരുന്നത്? 3 കൂട്ടിയാലാണ്. ഓക്കെ, ക്ലിയർ ആയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ 302 ഇവിടെ ഒരു കെ ഉണ്ട്. കെ 0101. ഇത് ഒരു 9ന്റെ ഗുണിതമായാൽ കെയുടെ വില എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 9ന്റെ ഗുണിതം എന്ന് വെച്ചാൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. 9ന്റെ ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ കെയുടെ വില. അപ്പൊ കെയുടെ വില ഇല്ലാതെ കെ ഇല്ലാതെ ബാക്കി ഡിജിറ്റുകളെല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ നമ്മള് 3 + 2 എത്രയാണ്? 5 ആണ്. 5 + 1 6 6 + 1 7 വന്നേ. അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ ആവണമെന്നുണ്ടെങ്കിൽ 7ന്റെ കൂടി ഇനി എത്ര കൂടെ വേണം? 2 വേണം. 2 ഉണ്ടെങ്കിലേ വേണം. അപ്പൊ കെയുടെ വില എത്ര ആയിരിക്കും? 2 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇതൊരു 9ന്റെ ഗുണിതമായ ക്വസ്റ്റ്യന് തന്നെ പറയുന്നുണ്ട് ഇത് 9ന്റെ ഗുണിതമാണെന്ന്, 9ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ദിസ് ഇസ് ഡിവിസിബിൾ ബൈ 9 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡിവിസിബിൾ ബൈ 9 ആണെന്നെങ്കിൽ നമുക്കറിയാം ഡിജിറ്റുകളെല്ലാം കൂടെ കൂട്ടി കിട്ടുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കെയുടെ വില എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ കെ ഇല്ലാതെ ബാക്കിയെല്ലാം കൂട്ടി നോക്കേ. 3 + 2 5 + 1 6 + 1 7 ആണ്. അപ്പൊ അടുത്ത് 9 വരണമെങ്കിൽ എത്ര കൂടെ ആഡ് ചെയ്യണം? 9ന്ന് 7 കുറച്ച് എത്ര കിട്ടുന്നേ? 9 - 2 എത്ര? 9 ആണ് നമുക്ക് വേണ്ടത്. 9ന്റെ മൾട്ടിപ്പിൾ ആദ്യത്തെ മൾട്ടിപ്പിൾ 9 ആണ്. പക്ഷെ ഇവിടെ എല്ലാം കൂടെ കൂട്ടിയപ്പോ 7 ഉള്ളു. അപ്പം 7 9 ആവണേ എത്ര കൂടെ വേണം? 2 കൂടെ വേണം. സോ കെയുടെ വില എത്രയാണ്? കെയുടെ വില 2 ആണ്. മനസ്സിലായോ? The value of k is 2 ആണ് ഈ പ്രോബ്ലത്തിൽ. ക്ലിയർ ആയല്ലേ? അപ്പൊ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പഠിച്ചു. 2 to 7 ഡിവിസിബിൾ ടെസ്റ്റ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച്. അതിനുശേഷമുള്ള 8 to 11 ആണ് ഡിവിസിബിൾ ടെസ്റ്റ് എന്ന് പഠിച്ച്. അതിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് കൊടുക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.